നമസ്കാരം. ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, ഇടുക്കി തൊമ്മൻകുത്തിൽ വനം വകുപ്പ് കുരിശ് പൊളിച്ചു മാറ്റി, പ്രാർത്ഥനാപീഠം പൊളിച്ചു മാറ്റി. ആരും പ്രതികരിക്കാനില്ല, ഗവൺമെന്റ് തലത്തിൽ നിന്നും ഒരു പ്രതികരണവുമില്ല. എന്നാൽ ഇതേ വനം വകുപ്പിന്റെ കീഴിൽ ഇവിടെ കടുവ ആളുകളെ കടിച്ചു കൊല്ലുന്നു, ആളുകളെ തിന്നുന്നു, ആന ആളുകളെ ചവിട്ടി മെതിക്കുന്നു, പന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കുരിശ് പൊളിച്ചു നീക്കാൻ എത്രത്തോളം ആവേശമാണ് ഇവർ കാണിക്കുന്നത്. ഒരു ചൊല്ലുണ്ട്, ചെകുത്താൻ കുരിശ് കണ്ടാൽ ഓടും എന്നുള്ളത്. കുരിശിനോട് ഇവർ കാണിക്കുന്ന അസഹിഷ്ണുതയും സാമാന്യ ജനത്തോട് ഇവർ കാണിക്കുന്ന നീതികേടും എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് ജനം ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തെ പുകഴ്പെറ്റ ജനാധിപത്യമുള്ള ഇന്ത്യ മഹാരാജ്യത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിയമവും നിയമവാഴ്ചയും ഇല്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പോലെയുള്ള ഒരു അവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് കുരിശിനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ജെണ്ട എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്? ജെണ്ട ഇടുന്നത് കൊണ്ട് എന്താണ് ഇവരൊക്കെ അർത്ഥമാക്കുന്നത്? ജെണ്ടയ്ക്കിപ്പുറത്ത് നാടും അപ്പുറത്ത് കാടും ആണ് എന്നുള്ള സാമാന്യ ബോധത്തിനും അപ്പുറത്ത് ഒരു ഏകാധിപത്യ മനോഭാവത്തോടു കൂടി എന്തുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ജനസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. നമ്മളും ഇത് തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, സാമൂഹ്യ നിരീക്ഷകൻ, അതുപോലെ തന്നെ സിജുമോൻ ഫ്രാൻസിസ്, അദ്ദേഹം ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ മനോജ് മാമല, പൊതുപ്രവർത്തകൻ, ഈ പ്രദേശത്ത് നിന്നുള്ള ആളാണ്. ഇവർ മൂന്ന് പേരുമാണ് ഇന്ന് നമ്മളോട് ഇതിന്റെ വാസ്തവം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്രീ സിജുമോൻ ഫ്രാൻസിസ്, അങ്ങയുടെ ലേഖനം, ദീപയിൽ വന്ന ലേഖനം എല്ലാവരും വായിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ അത് കുറെ കൂടി ആ ഒരു അനീതിയെ തുറന്നു കാട്ടുന്ന ഒരു ലേഖനമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വനം വകുപ്പ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്? ഗവൺമെന്റ് ഇത് കാണുന്നില്ലേ? ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇതുപോലുള്ള ഒരു വലിയ സമുദായത്തിന് എതിരെ ഇത്രയും വലിയ ഒരു അനീതി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗവൺമെന്റ് തലങ്ങളിൽ നിന്ന് പോലും ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകാത്തത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഈ ഒരു കാര്യത്തില് കേരളത്തിലെ പൊതുസമൂഹം ഏതാണ്ട് ഒരു മാസമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഈ മനുഷ്യന്റെ നന്മയ്ക്കും സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്കും വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ കൊണ്ട് തന്നെ ഈ മനുഷ്യനെ വരിഞ്ഞു മുറുക്കി അവന്റെ ജീവിതവും അവന്റെ എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങ് തന്നെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, വന്യമൃഗങ്ങൾ നമ്മുടെ കരമടയ്ക്കുന്ന, അതായത് പൂർണ്ണമായിട്ടുള്ള പൊസഷനുള്ള പട്ടയഭൂമിയിൽ കയറി മനുഷ്യനെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവര് ആ വന്യമൃഗത്തെ പെട്ടെന്ന് കൊണ്ടുപോകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ വെടിവെക്കാതിരിക്കുന്നതിനെ കുറിച്ചോ ഉള്ള നിരീക്ഷണങ്ങളല്ലാതെ ഒരു സാധാരണക്കാരന്റെ ജീവനൊന്നും വില കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പം ഈ തൊമ്മൻകുത്തിന്റെ വിഷയം മാത്രം നമ്മൾ എടുക്കുക. നമ്മൾ ആ ലേഖനത്തിൽ ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ പരാമർശിച്ചു പോയിരിക്കുക. അതായത് ഈ കേരളത്തില് ഈ രണ്ട് രീതിയിൽ ഒരുപാട് വന നിയമങ്ങളുണ്ട് എങ്കിലും നമ്മൾ 1964 ഭൂമി പതിവ് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്ന പട്ടയ ഭൂമികളും 1993 പ്രത്യേക ഭൂമി പതിവ് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ക്രമവൽക്കരിക്കുന്ന, അതായത് നേരത്തെ ഉണ്ടായിരുന്ന കുടിയേറ്റം ക്രമവൽക്കരിച്ചു കൊടുത്തിരിക്കുന്ന പട്ടയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടതുള്ളൂ. അതിൽ തൊമ്മൻകുത്ത് പ്രദേശം എന്ന് പറയുന്നത് ഈ വന സ്വഭാവമുള്ള ഭൂമിയാണ്. 1993 പ്രത്യേക ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ ഈ 93 ചട്ടങ്ങളുടെ ഒരു ബേസ് പറഞ്ഞിരിക്കുന്നത് വെച്ചാല്, ഈ 1980 കേന്ദ്ര വന നിയമം വന്നത് 1980 ഒക്ടോബർ 25-നാണ്. അപ്പൊ ആ നിയമത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ 1980 ശേഷം നമ്മൾ പട്ടയം കൊടുക്കണമെങ്കിൽ വനഭൂമി അല്ലെ വന സ്വഭാവമുള്ള ഭൂമി പട്ടയം കൊടുക്കുമ്പോൾ റവന്യൂ ഫോറസ്റ്റ് സംയുക്ത പരിശോധന നടത്തി എത്ര ഭൂമിയാണോ വനഭൂമി വന സ്വഭാവമുള്ള ഭൂമി നഷ്ടപ്പെടുന്നത് അതിന് പകരം വനവൽക്കരണത്തിലുള്ള ഭൂമി റവന്യൂ ലാൻഡ് കണ്ടെത്തി അത് വനം വകുപ്പിന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ പട്ടയം കൊടുക്കാനുള്ള ഭൂമി RDOയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത് റവന്യൂ വകുപ്പ് പട്ടയം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ആ നിയമത്തിൽ തന്നെ 1/1/1977 മുമ്പ്
കുടിയേറി താമസിച്ചിരിക്കുന്ന കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ കൈവശ ഭൂമിക്കും പട്ടയം കൊടുത്തുകൊള്ളാം, അല്ലെങ്കിൽ ലാൻഡിന് അവകാശം കൊടുത്തുകൊള്ളാമെന്ന് സുപ്രീം കോടതിയിൽ അടക്കം ഒരുപാട് സത്യവാങ്മൂലങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ 1/1/1977 എന്ന് പറഞ്ഞ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത് 1980 കേന്ദ്ര വന നിയമം വന്നു എന്നുള്ളത് ഒരു മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം, മേജറായിട്ട് വന്നിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് 1951 ഈ സർക്കാർ ചീഫ് ഫോറസ്റ്റ് കൺസർവർ TV വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും തഹസിൽദാരും അടങ്ങുന്ന ഒരു പോപ്പുലർ കമ്മിറ്റിയെ നിയമിച്ചു. അതായത് വനഭൂമി ഇനി കയ്യേറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു നിയമം വേണ്ടിയാണ് ആ കമ്മിറ്റി വരുന്നത്. അപ്പൊ ഈ TV വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ 51 വന്ന ഈ ഒരു കമ്മിറ്റി 1977 ആയപ്പോഴത്തേക്കും വനഭൂമി മുഴുവനും ജണ്ടയിട്ട് തിരിച്ച് കൈവശ ഭൂമിയും അന്നത്തെ കുടിയേറ്റങ്ങളും റവന്യൂ ലാൻഡും എല്ലാം അതിർത്തി നിർണയിച്ചു എന്നുള്ള അനുമാനത്തിലാണ് 1977 മുമ്പുള്ള കുടിയേറ്റങ്ങൾ മുഴുവനും ക്രമവൽക്കരിച്ച് കൊടുക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഈ തൊമ്മൻകുത്തിലെ കേസ് എന്ന് പറയുന്നത് 1/1/77 മുമ്പുള്ള കുടിയേറ്റമാണ്. അപ്പൊ അത് ഈ രണ്ടാമത് വേറൊരു കേസ് നമ്മൾ നോക്കേണ്ടത് ഈ 1980 ഈ വനനിയമം വന്നതിന് ശേഷം ഞാൻ അതിന്റെ നിയമവശങ്ങളിൽ കൂടി മാത്രമാണ് ഇപ്പോൾ പോകുന്നുള്ളൂ. മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് എൻഡിലേക്ക് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. 1980 വനനിയമം വന്നതിന് ശേഷം ഈ നേച്ചർ ലവേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കേസ് വന്നു. ആ കേസ് സുപ്രീം കോടതിയിൽ ഫുൾ ബെഞ്ചിൽ പോയി. അപ്പൊ അവരുടെ ആർഗ്യുമെന്റ് ഇതായിരുന്നു, 1980 വനനിയമം വന്നതിന് ശേഷം കേരളത്തിൽ ഏതെങ്കിലും ഭൂമിക്ക് പട്ടയം കൊടുക്കണമെങ്കിൽ അതിന് പകരം വനവൽക്കരണത്തിന് ഭൂമി കണ്ടെത്തി അത് വനം വകുപ്പിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് മാത്രമേ പട്ടയം കൊടുക്കാവുള്ളൂ എന്നുള്ളതായിരുന്നു അതിന്റെ പ്രയർ എന്ന് പറയുന്നത്. പക്ഷേ ഈ നേച്ചർ ലവേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ ഈ 2000 അതിന്റെ ഫുൾ ബെഞ്ചിന്റെ വിധി വരുന്നത്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 1980 വനനിയമം നിലവിൽ വരുന്നത്, കേന്ദ്ര വനനിയമം നിലവിൽ വരുന്ന ഒക്ടോബർ 25 അതുകൊണ്ട് തന്നെ 1980 ഒക്ടോബർ 24 മുമ്പ് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയിൽ വനം വകുപ്പിന് അവകാശമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിലവിൽ തൊമ്മൻകുത്തിലെ ഭൂമിക്ക് അവർക്ക് അവകാശമില്ല, യാതൊരു കാരണവശാലും അവകാശമില്ല. തന്നെയുമല്ല, അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് പട്ടയം കൊടുക്കാത്ത ഭൂമിയാണെന്നുള്ള ഒരു സ്റ്റാൻഡാണല്ലോ ഇവർ പറയുന്നത്. പട്ടയം കൊടുത്ത ഭൂമിയെ കുറിച്ച് പറയാം. നമ്മുടെ ഈ തൊമ്മൻകുത്തിന്റെ തൊട്ടടുത്ത പ്രദേശമാണ് വെൺമണി എന്ന് പറയുന്നത്. ഈ വെൺമണിയിലെ കഴിഞ്ഞ വർഷം ബേബി ദേവസ്യ എന്ന് പറഞ്ഞ ഒരാള് ഈ 93 റൂൾ അനുസരിച്ച് പട്ടയം കിട്ടി കൈവശം വെച്ചു. ഈ തറയ്ക്ക് മണ്ണ് വലിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ഉരുളൻ കല്ലുകളൊക്കെ കുറച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ ഈ സാധാരണ ഈ തമരടിക്കുമ്പോൾ ചൊട്ടാന്നൊക്കെ പറയുന്ന ചെറിയ തമരടിച്ച് ആ കല്ലുകൾ പൊട്ടിച്ച് തറ കെട്ടാൻ വേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വന്നേച്ച് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു, അവർക്ക് ഓവർ ബുക്ക് ചെയ്തു, കേസ് ചാർജ് ചെയ്തു. ഈ പാവങ്ങള്, അതായത് ഒരു സാധു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പറമ്പിൽ പെര വെച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കാൻ വേണ്ടി പട്ടയുള്ള ഭൂമിയിലാന്ന് കണക്കൂടണം, NOC വാങ്ങിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അപ്പൊ ആ കേസിൽ ഞങ്ങളൊക്കെ വളരെ യാദൃശ്യമായിട്ട് അതിൽ ഇടപെട്ടവരാണ്, അതുകൊണ്ടാണ് പറയുക. ആ കേസിൽ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതില് ഈ NOC ഈ 93 റൂളിൽ പെട്ടിരിക്കുന്ന ഭൂമിക്ക് NOC വേണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് അത് കൃത്യമായിട്ടൊരു നിയമത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുക ഇതാണ്, ജസ്റ്റ് ഞാൻ അതിന്റെ ജഡ്ജ്മെന്റ് ഒന്ന് നോക്കുകയാണ്. NOC വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പീച്ചിയില് മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹത്തിന്റെ ഭൂമിക്ക് ഇങ്ങനെ NOC വേണമെന്നും പറഞ്ഞ് നിർബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പീച്ചിയിലെ മോഹൻദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ അതിനകത്ത് 2023 മെയ് മാസം 2-ാം തീയതി ജസ്റ്റിസ് N നഗരേഷ് വ്യക്തമായിട്ടൊരു വിധി പറഞ്ഞു. അതായത് 93 റൂൾ അനുസരിച്ച് പട്ടയം കൊടുത്തിരിക്കുന്ന ഭൂമിക്കകത്ത് NOC വേണമെന്നും പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പുറകെ നടക്കാൻ പാടില്ല. ഒരു കാരണവശാലും മോഹൻദാസിന്റെ NOC കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, മോഹൻദാസിന് NOC ഇല്ലാതെ തന്നെ തുടരാമെന്ന് പറഞ്ഞു. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ 93 റൂളിൽ സെക്ഷൻ 7 അനുസരിച്ച് പട്ടയം കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ സ്വാഭാവിക നീർച്ചാലുകളോ അല്ലെങ്കിൽ കോറിയോ പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ഒരു എൻട്രിക്ക് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്താനായിട്ട് പട്ടയം കിട്ടുന്ന ആൾക്ക് വകുപ്പില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ലാൻഡിലൊന്നും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല. പക്ഷെ ഇവർക്ക് ലാൻഡിലുള്ള വകുപ്പും ചട്ടമൊന്നുമല്ല ഇവർക്ക് പ്രശ്നം, മനുഷ്യനെ ക്രൂശിക്കുക എന്നുള്ളതാണ്. ഈ നമ്മള് വേറൊരു കാര്യം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ ഈ പാലക്കാട് ഈ പൊതോപ്പാടം മലവാരം വെസ്റ്റഡ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷന്റെ പരിധിയിലാണെന്നും പറഞ്ഞുകൊണ്ട് 48 വയസ്സുള്ള ഖദീജ എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് NOC കൊടുക്കാതെ, NOC അവര് കൊടുത്തോണ്ടിരുന്നതാണ്, അപ്പൊ കൊടുക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ അവർ അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു ഈ EFL ലാമ്പില്
EFL ലാൻഡിൽ ഞങ്ങളുടെ പട്ടയം കിട്ടിയിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് അതിലേക്ക് കയറി കിടക്കുകയാണ്. അതുകൊണ്ട് ഖദീജയ്ക്ക് NOC കൊടുക്കാൻ പറ്റത്തില്ല. ഖദീജ ഫോറസ്റ്റ് ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തു. ട്രൈബ്യൂണൽ 2019 ഒരു കാരണവശാലും അതിനകത്ത് ഖദീജയുടെ ഭാഗം തെറ്റല്ല, അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രൈബ്യൂണൽ വിധി വന്നു. പക്ഷേ ട്രൈബ്യൂണൽ വിധി വന്നിട്ടും ഇത് സമ്മതിക്കാതിരുന്നതുകൊണ്ട് അവര് ഹൈക്കോടതിയിൽ പോയി. ഈ ഹൈക്കോടതിയിൽ PV ഉണ്ണികൃഷ്ണൻ സാർ 2020 ഡിസംബർ 17 വിധി പ്രഖ്യാപിച്ചു. ഒരു കാരണവശാലും അതിനകത്ത് NOC കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതില് ഈ PV ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആ കോടതിയിൽ ഇരുന്ന കേസിനകത്ത് വനം വകുപ്പ് പറഞ്ഞെന്താണെന്നറിയാവോ? ഞങ്ങളുടെ ജെണ്ട കിടക്കുന്നത് ഈ ഖദീജ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിലാണ്. ജെണ്ട എന്ന് പറയുന്നത് വനം വകുപ്പും റവന്യൂ ഭൂമിയും പിരിക്കുന്ന അതിർത്തിയാണ്. ഞങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത് ജെണ്ടയാണെന്നാണ് ഖദീജ കേസിൽ ഹൈക്കോടതിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. അപ്പൊ ഈ തൊമ്മൻകുത്തില് അങ്ങനെയാണെങ്കിൽ അത് ആപ്ലിക്കബിൾ ആകണ്ടേ? ജെണ്ടയ്ക്ക് 700 മീറ്റർ ഇപ്പുറത്താണ് ഈ കുരിശ് പൊളിച്ചിരിക്കുന്ന ഭൂമി കിടക്കുന്നത്. അപ്പോൾ ഖദീജയുടെ കേസിൽ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ജെണ്ടയാണ് വനം വകുപ്പിന്റെ അതിർത്തി എന്ന് പറയുകയും അതോടൊപ്പം തന്നെ തൊമ്മൻകുത്തിൽ ജെണ്ടയല്ല ഞങ്ങളുടെ അതിർത്തി എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പാണ് വനം വകുപ്പ് എടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ അതിന് വളരെ വ്യക്തമായിട്ട് നിലപാടുകൾ സ്വീകരിക്കണമെന്നേ. വേറെ ഒന്നും വേണ്ട. നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട റോബിനച്ചൻ ഇരിക്കുന്നുണ്ട്. റോബിനച്ചന്റെ വീട് തൊടുപുഴയാണ്. തൊടുപുഴയടുത്ത് മലയിഞ്ചി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മലയിഞ്ചിയിൽ 93 റൂൾ അനുസരിച്ച് പട്ടയം കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. അത് വർഷങ്ങളായിട്ട് പട്ടയം അച്ഛനൊക്കെ ശരിക്കും അറിയാവുന്നതാണ്. അവിടെ രാജൻ ഗോപാലൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളും 8 പേരും കൂടി ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. അപ്പൊ ഈ രാജൻ എന്റെ കയ്യിൽ അത് ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ രാജൻ ഗോപാലൻ അടക്കമുള്ള 8 പേരുടെ കയ്യിൽ നിന്ന് പ്ലാവ് എന്ന് പറഞ്ഞിരിക്കുന്ന മരം മൂവാറ്റുപുഴയുള്ള ഒരു തടിക്കച്ചവടക്കാരൻ വിലയ്ക്ക് വാങ്ങി. അത് മുറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തൊടുപുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കയറി തടഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു പട്ടയഭൂമിയിൽ നിൽക്കുന്ന പ്ലാവ് മരം മുറിക്കുന്നതിന് എന്താണ് തടസ്സം, ഇതുവരെ അങ്ങനെ പ്രശ്നം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ആ കേസിൽ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മേരി ജോസഫിന്റെ അടുത്താണ് അത് വന്നത്. അതിൽ ഇവർ പറഞ്ഞ ഇതാണ്, 93 റൂൾ അനുസരിച്ച് ഞങ്ങൾ പട്ടയം കൊടുത്തിട്ടുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിലേക്ക് ഈ വനനിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വനഭൂമിയുടെ റിസർവ് വനം എന്ന് പറഞ്ഞിരിക്കുന്ന സ്വഭാവം നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ പട്ടയം കൊടുത്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുക. റിസർവ് വനത്തിന്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെടുത്താതെ സാധാരണക്കാരൻ എന്തിനാണ് പട്ടയം കൊടുക്കുന്നത്? അവനെ ലാൻഡ് വാല്യൂ മേടിക്കുന്നു, അതിനകത്ത് നിൽക്കുന്ന ട്രീ വാല്യൂ മേടിക്കുന്നു. ഈ പൈസ മുഴുവൻ മേടിച്ചിട്ട് അവര് ട്രഷറിയിലേക്ക് മേടിച്ചിട്ടേച്ച് റിസർവ് വനത്തിന്റെ സ്വഭാവം നിലനിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പട്ടയം കൊടുത്തിരിക്കുകയെന്ന് പറയുന്നു. ഏറ്റവും അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചിരിക്കുന്നതെന്നറിയോ? ഈ 10 പേരുടെയും ഭൂമിയിൽ നിന്ന് മരം വെട്ടിയിട്ട പ്ലാവ് അവിടെ കിടന്ന് നശിച്ച് മുടിഞ്ഞുപോയി. അതിൽ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് അതിൽ അപ്പീൽ പോയില്ല. അപ്പീൽ പോകാത്തതിന്റെ കാരണം അത് തടിക്കച്ചവടക്കാരായിരുന്നു ആ മരം വാങ്ങിയത്. അവർ വെട്ടിയിട്ടു, സ്റ്റോപ്പ് മെമ്മോ കിട്ടിക്കഴിഞ്ഞപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നൊന്ന് ഹൈക്കോടതിയിൽ പരീക്ഷിച്ചു നോക്കി. ഹൈക്കോടതിയിൽ അതിന് അനുകൂലമായ ഒരു വിധി കിട്ടാതിരുന്നുകൊണ്ട് അതോടെ കിടന്ന് നശിച്ചു പോയി. ഇതാണ് ഇന്ന് കാർഷിക മേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ പോലും മുറിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ് ഒരു ചോദ്യം. മനുഷ്യൻ ഇവിടെ സത്യത്തിലെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കയ്യേറ്റക്കാരായിട്ട് നമ്മളെയൊക്കെ ചിത്രീകരിച്ച് ഈ തൊമ്മൻകുത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ, തൊമ്മൻകുത്ത് ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പം പല മേഖലകളിലും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇടുക്കി ജില്ല 1972 രൂപീകൃതമാവുമ്പോൾ 1,05,000 അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. അത് ആ 1,05,000 എന്ന് പറയുന്നത് ഉടുമ്പിൻചോല പോലെയുള്ള സ്ഥലങ്ങളിൽ അന്ന് തമിഴ് വംശജര്, തോട്ടമേഖലയിൽ പണിയെടുക്കുന്ന തമിഴ് വംശജരെയും കൂടെ കേരളത്തിന്റെ ഭാഗമായിട്ട് നിർത്താൻ വേണ്ടി 20,000 ഹെക്ടർ ഭൂമി ഈ വനഭൂമി വനേതര ആവശ്യങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി പട്ടയം കൊടുത്തിട്ടാണ് അന്ന് 1,05,000 പേരെ ഇടുക്കി ജില്ല രൂപീകരണമാകുമ്പോൾ ഇവിടെ നിർത്തിയത്. ഇന്ന് ഇടുക്കി ജില്ലയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 12 ലക്ഷം കഴിഞ്ഞു. 1 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷത്തിലേക്ക് ഇടുക്കി ജില്ലയുടെ ജനസംഖ്യ വർദ്ധിച്ചു. അതോടൊപ്പം 74% വനാവരണമുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. ഇവിടെ 1/1/77 മുമ്പ് പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അടക്കം സത്യവാങ്മൂലം കൊടുത്തിട്ട് ഈ തൊമ്മൻകുത്ത് അടക്കമുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കാനോ അതിനകത്ത് നിൽക്കുന്ന മരം മുറിക്കാനോ എന്തിന് ആരാധനയ്ക്ക് ഒരു കുരിശ് പോലും വെക്കാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ലെങ്കിൽ ഇവിടെ ഈ ജനിച്ച് വളരുന്ന ഈ തലമുറയ്ക്ക് ഇവർ എവിടെയാണ് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്? അത് പറയേണ്ടത് ഫോറസ്റ്റുകാരല്ല, നമ്മളെ ഭരിക്കുന്ന അധികാരികളാണ്. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരണമായതിനു ശേഷം മാറി മാറി വന്നിരിക്കുന്ന ഇടത് വലത് പ്രസ്ഥാനങ്ങൾ മറുപടി പറയണം. ഇവിടെ നമ്മൾ ജനിപ്പിച്ച് വളർത്തിയ നമ്മുടെ തലമുറയ്ക്ക് നിൽക്കാൻ എവിടെയാണ് സ്പേസ്? അതെങ്കിൽ ഇവിടെ വനം മാത്രം വളർത്തിയാൽ മതിയോ? ഇപ്പൊ റോബിനച്ചനൊക്കെ എന്തുമാത്രം ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ട് ഓരോ വിഷയങ്ങളിൽ വന്ന് അഭിമുഖീകരിക്കുന്നതാണ്. ഒരു താൽക്കാലിക ആശ്വാസം കണ്ടു പോകുന്നു എന്നുള്ള അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സ്ഥായിയായ ഒരു പരിഹാരം കാണാനായിട്ട് അധികാരികൾ കൂടെ നിൽക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ പ്രതിസന്ധിയാണെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഇത്തരത്തിൽ നിർത്തുകയാണ്. കൂടുതൽ ചർച്ചകളിലേക്ക് വരാം. എന്നെക്കാട്ടിലും സ്ഥലവാസിയായ മനോഹരനുണ്ട്. ഈ മേഖലയിൽ കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന റോബിനസ് നിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തിൽ, അതായത്
ഇവിടെ ജനിച്ചു വളരുന്ന തലമുറയ്ക്ക് നിൽക്കാനുള്ള സ്പേസ് ഇല്ലാതെ വനം വളർത്തുന്ന ഈ പരിപാടിയോട് യോജിപ്പില്ല. ഫാദർ, അദ്ദേഹം സൂചിപ്പിച്ചു അനീതിയുടെ ഒരു ആധിക്യത്തെക്കുറിച്ച് ഒരു ഒരു ഡെപ്ത് അദ്ദേഹം പറയുകയുണ്ടായി. ജനങ്ങളെ ആയിരുന്നു ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതേണ്ടേ ജനങ്ങൾ ആരാധിക്കാൻ വെച്ച കുരിശടക്കം അതിന്റെ പീഠമടക്കം തകർത്ത്, എന്ന് വെച്ചാൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല, ആരും വരണ്ട, ഒരു ഏകാധിപതികളെ പോലെ ഞങ്ങളങ്ങ് മുന്നോട്ട് പോകും, ആരും ഇവിടെ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്നുള്ള ഒരു വ്യക്തമായ ഭാഷ്യം. എന്നാൽ ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. മാസം ശമ്പളം മേടിക്കുന്നുള്ളൂ എന്നുള്ളതിനപ്പുറത്ത് ഒരു കാര്യവും അവർക്ക് കൊടുത്തേക്കുന്ന ഒരു ഉത്തരവാദിത്വം ഈ നാട്ടിൽ നേരെയവേ അവർ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു 100 ഇരട്ടി അഹങ്കാരവും കൂടെ കാണിക്കുന്ന അവസ്ഥ. ഇത് ഈ അവസ്ഥയിൽ പോകുന്നത് അത് എങ്ങനെ ഈ സർക്കാർ അടക്കം അതിന് നോക്കി നിൽക്കുന്ന അവസ്ഥ എന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഫാദർ അങ്ങേക്ക് തോന്നുന്നത്? കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഫാദർ കണ്ടിട്ടുള്ളതാണ്. ഈ വിഷയത്തിന്റെ സമഗ്രമായ ഒരു ചിത്രം സുചാരൻ ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്നു. മനോഹരമായ ഒരു ആർട്ടിക്കിൾ നമ്മൾ ദീപികയിൽ വായിക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഞാൻ പറഞ്ഞു തുടങ്ങുക. അതായത് ഈ കുരിശ് പറിച്ചു എന്ന് പറയുന്നത് ഇപ്പം വളരെ ഒരു സംഘടിതമായിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടെ ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളില് ഏറ്റവും കൂടുതൽ ചങ്കുറപ്പോടെ നിലപാടെടുക്കുന്നത് കത്തോലിക്ക സഭയാണ്. അതിൽ തന്നെ കോതമംഗലം രൂപതയും മടത്തിക്കണ്ടത്തിൽ പിതാവും ഈ കാലഘട്ടത്തിൽ എടുത്തിരിക്കുന്ന ജനകീയ വിഷയങ്ങളിലേക്ക് നടത്തിയ ഇടപെടലുകൾ ഒന്ന് ഓർത്തു നോക്കുക. പല വിഷയങ്ങളിലും രാഷ്ട്രീയക്കാരൊക്കെ പിറകോട്ട് മാറുന്ന നേരത്ത് ഈ കോതമംഗലം രൂപത മുൻപോട്ട് നിന്ന് ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കില്ല, അഭിവന്ദ്യ പിതാവ് തന്നെ മുമ്പോട്ട് വന്ന് പറയേണ്ട കാര്യങ്ങൾ ചങ്കുറപ്പോടെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങള് പിതാവിനൊപ്പം നിന്ന് വലിയ ഒരു ജനകീയ മുന്നേറ്റം ഈ മധ്യ കേരളത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മേഖലയും ഇപ്പം ആലുവ മൂന്നാർ റോഡിന്റെ കാര്യത്തിലായാല്, ബഫർ സോൺ വിഷയത്തിന്റെ കാര്യത്തിലായാല്, അതുപോലെയുള്ള മറ്റ് പല ഈവൻ കസ്തൂരിരംഗൻ വിഷയത്തിന്റെ കാര്യത്തിലായാല്, ഇങ്ങനെയൊക്കെയുള്ള പല നിലപാടുകളില് സഭ എടുക്കുന്ന നിലപാടുകൾ, പിതാക്കന്മാരെടുക്കുന്ന നിലപാടുകൾ. അപ്പൊ ഈ കുരിശ് അങ്ങോട്ട് പറിച്ച് ഇവിടെ ഉണ്ടായിരിക്കുന്ന അച്ഛന്മാരെയും മെത്രാന്മാരെയും എല്ലാം കുരിശ് കൃഷിക്കാരായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പൊതുജന മനസാക്ഷി നമുക്കെതിരായിട്ട് തിരിക്കാനായിട്ട്. അപ്പൊ ഈ കുരിശ് കൃഷി ചെയ്യുന്നു, പട്ടയവിലാസ സ്ഥലത്തോട് കുരിശ് വയ്ക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതേക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർ വിചാരിക്കുന്നത് എന്താ, കത്തോലിക്ക സഭ എല്ലായിടത്തും പോയി കുരിശ് കൃഷി നടത്തുകയാണ്, എല്ലായിടത്തും പോയിട്ട് കുരിശ് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയാണ്, സ്ഥലം തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണ്, പാറമട ലോബിക്ക് കൂട്ടുനിൽക്കുകയാണ്. അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ഒരുപാട് സാമൂഹിക തലങ്ങളിൽ പ്രചരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ ഫോറസ്റ്റുകാരെ. അങ്ങനെ വന്ന് ഈ സഭയുടെ സൽപ്പേര് തകർത്ത് കളഞ്ഞ് സഭയെ ഞങ്ങൾ പരാജയപ്പെടുത്തും, അല്ലെ കുരിശിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും, കുരിശ് കൃഷി എന്ന് പേരെ കൊടുത്തിട്ട് ഇതിനെ ഞങ്ങൾ വല്ലാത്തൊരു നെഗറ്റീവ് സംഭവമാക്കി മാറ്റുന്ന ഒരു വളരെ തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. ഇനി കൃഷിയെ കുറിച്ചുകൂടെ പറയേണ്ടതുണ്ട്. നമ്മൾക്ക് പറയുന്ന ഇടുക്കി ജില്ലയുണ്ടല്ലോ, ഇടുക്കി ജില്ല ഇന്ന് കാണുന്ന പോലെയുള്ള വികസനമൊക്കെ ഉണ്ടാക്കിയത് ഈ സർക്കാർ കൊണ്ടുവന്നൊന്നുമല്ല. ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വൈദികര്, നാനാജാതി മതസ്ഥരായ ആളുകളെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിന്ന് പോരാടിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഇടുക്കി ജില്ല മാത്രമല്ല മലയോര മേഖല മുഴുവൻ ഇത്രമാത്രം മനോഹരമായിട്ട്, ഇത്രമാത്രം ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് മാറി വന്നത്. അതിന്റെ ചരിത്ര നിർമ്മിതിയുടെ ആ ചരിത്രത്തെ ഒന്ന് വളച്ചൊടിക്കാനും കൂടെയുള്ള ഒരു ശ്രമം ഇതിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം നമ്മളൊക്കെ പാഠപുസ്തകങ്ങൾ പോലും പഠിച്ചിട്ടില്ലല്ലോ ഈ മലയോര മേഖലയിലൊക്കെ സഭ നടത്തിയിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ സഭ നടത്തിയിരിക്കുന്ന വലിയ നന്മകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സഭയെ അങ്ങോട്ട് താറടിക്കുക എന്നുള്ള വളരെ തന്ത്രപരമായ ഒരു ലക്ഷ്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കുരിശ് എന്ന് പറയുന്നത് മുമ്പ് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ചെകുത്താൻ കുരിശ് എന്നുള്ള പഴഞ്ചൊല്ല് മാറ്റി വനംവകുപ്പുകാരൻ കുരിശ് കാണുന്നതെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. കാരണം ഈ സഭയുടെ ശബ്ദം നിശബ്ദമാക്കി കഴിഞ്ഞാല് ഈ മലയോര ജനതയുടെ നിന്ന് ഇറക്കി വിടാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം പലപ്പോഴും മറ്റു പലരെയും പർച്ചേസ് ചെയ്യാം, പക്ഷെ സഭയെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. സഭയുടെ മെത്രാന്മാരെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല, സഭയുടെ വൈദികരെ, സഭയുടെ കൂടെ നിൽക്കുന്ന ആത്മാരെ, സഭയുടെ മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ അവസാന നിമിഷം വരെ ഈ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കൂ എന്നുള്ളത് ഇവർക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തില് ഈ സഭയെ അങ്ങോട്ട് മോശക്കാരാക്കി മാറ്റുക, സഭയുടെ ശബ്ദം ഇല്ലാതാക്കി മാറ്റുക എന്നുള്ള തന്ത്രമാണ് നടന്നുകൊണ്ടിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ മേഖല എന്ന് പറയുക, എന്തിനാ ഈ വനം വകുപ്പ് ഈ തൊമ്മൻകുത്തിലെ ഈ സ്ഥലവുമായി ഇത്രയും ആവേശം കാണിക്കുന്നത്? എന്താ? തൊട്ടടുത്ത് ഈ ആനയടി കുത്തെന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും അപകടരഹിതമായിരിക്കുന്ന വെള്ളച്ചാട്ടമുണ്ട്.
അവിടെ വനം വകുപ്പിനുണ്ട് ഒരു എൻട്രൻസ് കിട്ടണം. ഈ പ്രദേശത്ത് ഈ കുരിശ് പറിച്ച് അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ജനവാസ മേഖലയിലേക്ക് ഇവര് അങ്ങോട്ട് കയറാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവസാനം ഈ ആനയടിക്കുത്ത് പരിപൂർണമായിട്ട് ആനയടിക്കുത്തും അതിന്റെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ വനം വകുപ്പിന് കീഴിലാക്കി അവിടെ പാസ്സൊക്കെ വെച്ച് അവിടെ മറ്റൊരു ബിസിനസ് ആക്കി മാറ്റാനുള്ള ഒരു തന്ത്രം, ആ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടല്ലേ ഈ വനം വകുപ്പ് ഇവിടെ ഇത്രയും തീക്ഷ്ണതയോട് കൂടിയിട്ട് ഈ അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ വനം വകുപ്പിന്റെ ലക്ഷ്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമുക്ക് കാണണം. ആ പ്രദേശം തൊമ്മക്കുത്ത് പ്രദേശം എന്ന് പറയുന്നത് അങ്ങ് എന്താ പറയുക, വനത്തോട് ഉള്ളിൽ കിടക്കുന്ന പ്രദേശം എന്ന് പറയാൻ പറ്റുന്ന പ്രദേശമൊന്നുമല്ല. ഈ കരിമണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് 4-5 കിലോമീറ്റർ ഉള്ളിൽ മാത്രം, അല്ലെങ്കിൽ 6-7 കിലോമീറ്റർ പരമാവധി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രദേശമാണ് ഈ തൊമ്മക്കുത്ത് എന്ന് പറയുക. ആ പ്രദേശത്തൊക്കെ എത്രയോ കാലം മുമ്പ് തന്നെ ജനവാസ മേഖല ആയിരുന്നു അത്. എത്രയോ കാലം മുമ്പ് ആളുകൾ അവിടെ താമസിച്ചു തുടങ്ങിയതാ. എത്രയോ കാലം മുമ്പ് വരെ വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വനം വകുപ്പ് കയ്യേറ്റം നടത്തുകയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജണ്ട എന്ന് പറയുന്ന ആ കാര്യത്തിന് അവരുടേതായ രീതിയിലുള്ള ചില നിർവചനങ്ങൾ കൊടുക്കും. ഞങ്ങൾ കോതമംഗലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയാണ്, ഞങ്ങളിപ്പോ ജണ്ട ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് യഥാർത്ഥ അതിലൊന്നുമല്ല, വേണ്ടി വന്ന അതായത് ഞങ്ങൾക്ക് ഇനിയും പുറത്തേക്ക് ജണ്ടയ്ക്ക് പുറത്തേക്ക് അതിന് സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെടാൻ വേണ്ടി ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ എന്താ ഇങ്ങനെ പറയുക? ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നുള്ള ഡോക്യുമെന്റാ പറയുന്നത്, എവിടെ നിന്നുള്ള റെഫറൻസാ? അത് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം അങ്ങനെയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? വനം വകുപ്പുകാരൻ മുറിയിലിരുന്നുകൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളോ ഈ ജണ്ടയുടെ ഡെഫിനേഷൻ ഒക്കെ എന്ന് പറയുക? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാരിന് ജനത്തോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വനം വകുപ്പ് നിയമങ്ങളെ കൃത്യമായി ഡിഫൈൻ ചെയ്യണം. ഇപ്പൊ ജണ്ട എന്ന് പറയുന്ന കാര്യം കൃത്യമായ ഡെഫിനേഷൻ ഉണ്ട്. അത് അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ ആ കസേരയില് ഇരുത്തരുത്. അവിടെ ഉണ്ടായിരിക്കുന്ന കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് ജനങ്ങളുടെ മേല് കുതിര കയറാനുള്ള ഓരോ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നു ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്ഥലമല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. എന്താ ഈ ജോയിന്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? അതായത് ഈ ജോയിന്റ് വെരിഫിക്കേഷൻ നടന്ന കാലത്ത് പല സ്ഥലത്തെയും കഥ നമുക്കറിയാം. ഈ ഉദ്യോഗസ്ഥന്മാര് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടൊന്നുമില്ല. ഇവര് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഏതെങ്കിലുമൊക്കെ കവലയ്ക്കൽ പോയിരുന്ന് ഡേറ്റ എടുക്കും. ആരോടെങ്കിലും ചോദിച്ചു ആ സ്ഥലം ആരുടെയാ, ആ സ്ഥലത്ത് എന്തോ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ആരുടെയൊക്കെയാ വീടുള്ളത്, എവിടെയൊക്കെയാ, എത്രയൊക്കെയാ ഉള്ളത്. അതായത് കുറെ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് മാത്രം എഴുതിക്കൊണ്ടു. സൈറ്റ് വിസിറ്റ് പല സ്ഥലങ്ങളിലും ഇവർ നടത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൈക്കൂലി കൊടുക്കാത്ത ആൾക്കാരുടെ പേര് കൃത്യമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നടക്കുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവരുമായിട്ട് സഹകരിക്കാത്ത ആൾക്കാരുടെ പേരുകൾ കൃത്യമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. വേണ്ടതുപോലെ കാണുന്ന ആളുകളുടെ സ്ഥലം കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഈ ജോയിന്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഡോക്യുമെന്റ് ആയി കഴിയുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് ഇവിടെ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? തന്നെയുമല്ല ഈ സാധാരണക്കാരായ മനുഷ്യര്, നമുക്കറിയാമല്ലോ, തനി കൃഷിക്കാരായ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവര് ഒരു സർക്കാരിന്റെ അളവ് കഴിഞ്ഞു പോയി, ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പോയി, ഇവരാരും ഇതിന് പുറകെ പോയി, വിവരാവകാശം വെച്ച് പുറകെ പോയി എന്താ എഴുതി കൊടുത്തേക്കുന്നതെന്ന് നോക്കാനൊന്നും പോയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞു, ആൾക്കാരെല്ലാം കഴിഞ്ഞല്ലോ എന്ന സംതൃപ്തിയോടുകൂടി ആൾക്കാർ ഇരിക്കുന്നു. ഇവരെന്തൊക്കെയോ ചെയ്തു വെച്ചിരുന്നു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞു വരുമ്പോഴാണ് അറിയുന്നത് അയ്യോ നമ്മുടെ പേരില്ല. അപ്പൊ നമ്മൾ ചെല്ലുന്നു. അപ്പൊ ഇവര് പറയും അയ്യോ നിങ്ങൾക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട പോലെ ചെയ്യാത്തത് കൊണ്ടാണ്, നിങ്ങൾ അപേക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ ഫയല് കാണാഞ്ഞിട്ടാണ്. അങ്ങനെ ഓരോ ന്യായം പറഞ്ഞ് മനുഷ്യരെ മടക്കി അയക്കും. പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ അവിടെ ലിസ്റ്റ് പേരില്ല എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാനായിട്ട് സാധിക്കുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് നട്ടലുണ്ടെങ്കിൽ നട്ടല് കാണിക്കണം എന്നുള്ള മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ വനം വകുപ്പ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ കയ്യേറ്റം. വനം വകുപ്പിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് കയ്യേറ്റമാണ്. ഈ തൊമ്മക്കുത്തൻ മേഖലയുടെ ആ പ്രദേശത്ത് ഇവർ നടത്തുന്ന കയ്യേറ്റത്തിന്റെ ഭാഗമാണ്, വനം വകുപ്പ് നടത്തുന്ന കയ്യേറ്റത്തിന്റെ ഭാഗമാണ് ഈ കുരിശും ഈ ആനയടിക്കുത്തിലേക്കുള്ള റോഡും ഒക്കെ പറയുക. കുട്ടമ്പുഴ പ്രദേശത്തെ റേഞ്ച് ഓഫീസർ ഇരിക്കുന്നത് പോലും വനം വകുപ്പിന്റെ ഭൂമിയിലല്ലെന്ന് ഓർക്കുക. അതുപോലെ ആലുവ മൂന്നാർ റോഡിന്റെ കയ്യേറ്റം, ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം വനം വകുപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കയ്യേറ്റക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണ് ചെയ്യുക. സർക്കാരിന് നട്ടലുണ്ടെങ്കിൽ, ഭരിക്കുന്ന സംവിധാനങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ ഈ വനം വകുപ്പുകാരെ ഇല്ലാത്ത നിയമം ഉണ്ടാക്കി ജനങ്ങളെ മേൽ ഉപദ്രവിക്കാനായിട്ട് അനുവദിക്കരുത്. ഇവിടെ നിയമ സംവിധാനങ്ങളെ അംഗീകരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഈ വനം വകുപ്പ് മാറണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ വനം വകുപ്പ് എന്ന് പറയുന്ന കാര്യം കൊണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സർവ്വ മനുഷ്യരെ കൊണ്ടും സർക്കാരിന് തെറി പറയിപ്പിക്കാനും ഈ മനുഷ്യരെ ഉപദ്രവിക്കാനുമുള്ള ഒരു ഉപകരണമാക്കി ഈ വനം വകുപ്പിനെ മാറ്റാമെന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള ഉപകാരവും ഇതുകൊണ്ടുണ്ടാകുന്നില്ല.
അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വനം വകുപ്പ് നടത്തുന്ന ഈ കയ്യേറ്റത്തിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ആഹ്വാനമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ കാണുക. തന്നെയല്ല, ഇത് പുറകെ നടക്കുകയാണ്. അതായത് കുരിശു തകർത്തു, വലിയ വിവാദങ്ങൾ ഉണ്ടായി, പട്ടയ ഭൂമിയിലാണ് അല്ലെങ്കിൽ ജനവാസ മേഖലയിലാണ് ജണ്ടായിക്ക് പുറത്താ കുരിശു തകർന്നുള്ള കേരള സമൂഹം മുഴുവൻ അംഗീകരിച്ചു. അത് കഴിഞ്ഞ് പ്രാർത്ഥനാ പീഠം എടുത്തുകൊണ്ട് പോകുന്നു, നശിപ്പിച്ച് കളയുന്നു. അതായത് വനം വകുപ്പിന് വേറെ ഒന്നും വേണ്ട, ആ സ്ഥലം കയ്യേറണം. കുരിശു തകർത്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ആളുകളുടെ സ്ഥലം കയ്യേറണം. അത് കഴിഞ്ഞ് ആനയടിക്കുത്തിലേക്കുള്ള ആ പോകുന്ന വഴി അവർക്ക് കയ്യേറണം. അങ്ങനെയുള്ള പല നിഗൂഢ ലക്ഷ്യങ്ങളാണ് വനംവകുപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുക. പിന്നെ സഭയെ നിശബ്ദമാക്കുക എന്നുള്ള അതിഗൂഢമായ ഒരു ലക്ഷ്യം കൂടി വനംവകുപ്പിന് ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ മനോജ് മാമല, അങ്ങ് പല പ്രാവശ്യം ഈ പ്ലാറ്റ്ഫോമിൽ വരികയും അങ്ങ് പല പ്രാവശ്യം ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഫാദർ സൂചിപ്പിച്ചു എത്ര വലിയ അനീതിയാണ്, ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്നുള്ളത്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? കാരണം എന്ന് വെച്ചാൽ ഒരുതരം ഒരു സാഡിസ്റ്റ് മെന്റാലിറ്റിയോടെ കുരിശ് തകർക്കുന്നതിൽ ഒരു ആഹ്ലാദം, അതിനുശേഷം പ്രാർത്ഥനാ പീഠം അടിച്ചു തകർക്കുന്നതിൽ അതിലൊരു ആഹ്ലാദം, ഇങ്ങനെ അങ്ങ് അതുപോലെ ജനങ്ങളുടെ മുതുകത്ത് കയറുന്നതിൽ അതിലൊരു ആഹ്ലാദം, ഒരുതരം ഒരു സാഡിസ്റ്റ് മെന്റാലിറ്റിയോടെ ഈ രീതിയിൽ ഉത്തരവാദിത്തരഹിതമായിട്ട് ഒരുതരം ഏകാധിപത്യ മനോഭാവത്തോടെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഒരു പറ്റം ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പറ്റം ജനങ്ങളെ ക്രൂശിക്കുന്ന അതിമോശമായ ഒരു നിലപാടാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ സംബന്ധിച്ചൊരു 45 വർഷം, എനിക്ക് എന്നെ 50 വയസ്സ് പ്രായമാകുന്ന വ്യക്തിയാണ്. ഒരു 45 വർഷത്തെ ഓർമ്മ എനിക്ക് ഈ പ്രദേശത്തെ സംബന്ധിച്ചുണ്ട്. ഈ ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി സുജിമാൻ ഫ്രാൻസിസ് സാർ പറഞ്ഞതുപോലെ ആദ്യത്തെ കട്ട് ഓഫ് ഡേറ്റിന് ശേഷം ഈ മണിയങ്ങാടൻ കമ്മീഷനെ വെക്കുകയും അനധികൃതമായ വനം കയ്യേറ്റം തടയുന്നതിന് വേണ്ടി ആ കമ്മീഷൻ വന്നപ്പോൾ വനഭൂമിയും കൃഷിഭൂമിയും കണ്ടെത്തി രണ്ടായിട്ട് വേർതിരിച്ച ഭൂമിയിൽ പട്ടയമില്ലാത്ത ഭൂമിയുണ്ട്. ജോയിന്റ് വെരിഫിക്കേഷനിൽ അപാകത നടന്നു എന്ന് ഞങ്ങൾ അന്ന് മുതൽ സ്ഥാപിക്കുന്നതാണ്. അപ്പൊ അത് സർക്കാർ തലത്തിൽ അത് ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തില് 1989 സർക്കാർ ഉത്തരവിടുന്നു, ഈ ജോയിന്റ് വെരിഫിക്കേഷനിലെ അപാകത പരിഹരിക്കണം. ആ അപാകത പരിഹരിക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുകയും അതിന്മേൽ നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ 91 പരാതി നൽകുകയും 91 പരാതി നൽകിയതിനു ശേഷം 92 വീണ്ടും ഈ പറഞ്ഞ പ്രശ്നവുമായി ഒരു ഇതിന് 2 ഓർഡറുകളാണ്. ഈ ഗവൺമെന്റ് ഓർഡറുകൾ നടപ്പാക്കിയിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. അതുപോലെ ജോയിന്റ് വെരിഫിക്കേഷൻ അപാകത വന്നു എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് വണ്ണപ്പുറം പഞ്ചായത്തിന്റെ മുനിസിപ്പൽ കോടതി വിധിയുണ്ട്. കോടതിയുടെ കമ്മീഷൻ കണ്ടെത്തിയ ഭൂമി 4 അതിരുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 4 അതിരുകളിൽ 1968 മുൻപുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ 4 അതിരുകളില് ഒരതിര് ഈ കുരിശ് വെച്ച ഭൂമിയുടെ അതിർത്തിയിൽ കൂടി ഒഴുകുന്ന ആനചാണ്ടിക്കുത്ത് തോടാണ്. ഈ ജോയിന്റ് വെരിഫിക്കേഷനിൽ ഈ പറഞ്ഞ പ്രദേശത്ത് ഈ അതിർത്തികൾ പറഞ്ഞിരിക്കുന്ന വ്യക്തികള് ജോയിന്റ് വെരിഫിക്കേഷനിൽ പെട്ടിട്ടില്ല. മറ്റൊന്ന്, ഈ കോടതി വിധിയുള്ള വ്യക്തിക്ക് 5 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയെ പോലും 2.5 ഏക്കർ ഭൂമിയാണ് ജോയിന്റ് വെരിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ ജോയിന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് 1983 കാളിയ റേഞ്ച് ഓഫീസിൽ നിന്ന് അത് അവര് പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ച് മാത്രം എടുക്കാം, മറ്റൊരാളുടെ വിഷയത്തിലേക്ക് പോകുന്നതിനപ്പുറത്ത്. അതായത് 12/3/76 അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 1981 സൊമ്മൻകുത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ എന്നെ ചേർത്തിട്ടുണ്ട്. അപ്പൊ 1981 ഈ പ്രദേശത്ത് നിന്ന് 83 ഇവർ പബ്ലിഷ് ചെയ്യുന്ന ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റ് എന്റെ കുടുംബം ഉൾപ്പെട്ടിട്ടില്ല. അതെങ്ങനെ സംഭവിച്ചു എന്ന് ഇവർ പറയേണ്ട വനംവകുപ്പ്. അതുപോലെയാണ് ഇവർ വനംവകുപ്പ് ഈ പ്രശ്നങ്ങൾ ഇവർ നടത്തിയിരിക്കുന്നത്. അതുപോലെ 1975 ഈ മണ്ഡലത്തിന്റെ ശരിയായ രൂപത്തിലേക്ക് മണ്ഡലം വന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. ഇനി 12/12/96 അനുസരിച്ച് ആണ് എങ്കിൽ പോലും അതനുസരിച്ച് സർക്കാർ പട്ടയം നൽകാൻ വേണ്ടി 12/12/96 മുൻപ് മറ്റു വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമിക്ക് പട്ടയം നൽകാൻ സർക്കാർ തീരുമാനിച്ച പ്രകാരം പട്ടയാപേക്ഷ സ്വീകരിച്ച ഭൂമിയാണ് ഈ കുരിശുവച്ച ഭൂമി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡിൽപ്പെട്ട 512 കുടുംബങ്ങൾ ഉള്ളതിൽ ആ 512 കുടുംബങ്ങളിൽ EMS ഭവനം അനുസരിച്ച് വില ലഭിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്നാണ് പള്ളി ഭൂമി കൈമാറി കുരിശു വെച്ചത്, അല്ലാതെ വനത്തിലല്ല. അപ്പൊ ഈ വനം വകുപ്പിന്റെ നിലപാട് എന്താണെന്നുള്ളത് സർക്കാരിന്റെ ഈ നിശബ്ദതയും ആശങ്ക വരുത്തുന്നത് തന്നെയാണ് ആ വിഷയത്തില് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വൈര്യ ജീവിതത്തിൽ ഇടപെട്ടേ മതിയാവും. അപ്പൊ ഈ വനം വകുപ്പ് ഈ പറഞ്ഞിരിക്കുന്ന ഇവര് വാദങ്ങൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശുദ്ധ കള്ളത്തരങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത്
23 ഈ കഴിഞ്ഞ 2023 ആണ് ആദ്യമായി വനംവകുപ്പ് ഈ പ്രദേശത്ത് വരുന്നതും ഈ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം സോഷ്യൽ മീഡിയയുടെ പ്രചാരം ശ്രദ്ധിച്ചതിനു ശേഷം മാത്രമാണ് വനംവകുപ്പ് ഈ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റുപ്രദേശങ്ങളിൽ ഇവര് കുഴിയെ ഒഴിപ്പിക്കാൻ ഈ നടപടി സ്വീകരിക്കുകയും ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് ഇവർ കടന്നു വരുന്നത്. അതിനു മുൻപ് 80 മുതൽ 70 ഈ കാലഘട്ടത്തിലോ 25 കുടിയേറ്റമുള്ള കാലഘട്ടത്തിലോ 90കളിലോ 95ലോ പഞ്ചായത്തിൽ നിന്ന് പെര നൽകിയ സമയത്തോ വീട് നൽകിയ സമയത്തോ ഇല്ലെങ്കിൽ അവിടെ അടിസ്ഥാന വികസനത്തിനായി ഫണ്ട് സർക്കാർ ചെലവഴിച്ചപ്പോഴോ വാട്ടർ കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പ്രദേശത്തില്ല. 2023 മാത്രമാണ്. അതിനു മുൻപ് വനംവകുപ്പ് ഈ പ്രദേശത്ത് ഒരു കുടിയൊഴിപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ രേഖയായിട്ട് വനംവകുപ്പ് വരട്ടെ. ഇല്ലെങ്കിൽ വനംവകുപ്പ് അതിന് മുൻപ് ഇവിടെ ഒരു പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ രേഖ അവർ ഹാജരാക്കട്ടെ. ഇതൊരു തരം ഗുണ്ടായുസമാണ് ഇവിടെ നടക്കുന്നത്. കാരണം വനംവകുപ്പ് വ്യക്തമായിട്ട് അവർ പറയണം, ഈ ഭൂമിക്കും ഈ വണ്ണപ്പുറം പഞ്ചായത്തിലെ 512 പട്ടയമില്ലാത്ത 6-ാം വാർഡിൽ 512 കുടുംബങ്ങളുണ്ട്. ഈ അതിലെ 1/3 ഭാഗത്തിനാണ് പട്ടയമുള്ളത്. 1/2 ഭാഗത്തിന് വേണ്ടി സർക്കാർ പട്ടയാപേക്ഷകൾ സ്വീകരിച്ച് പട്ടയ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് പ്രത്യക്ഷപ്പെടുകയും ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് കടന്നു വരികയും ചെയ്യുന്നു. അല്ലാതെ കുരിശ് മാത്രമല്ല അവരുടെ ലക്ഷ്യം. ഇത് അതിഭയങ്കരമായ ഒരു സംവിധാനം ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാർബൺ ഫണ്ട് ഉപയോഗിച്ച് റേഞ്ച് ഓഫീസർമാർ ഉൾപ്പെടെ ഈ റേഞ്ച് ഓഫീസർമാരുടെ ആസ്തികളും ഇവരുടെ സമ്പത്ത് മുഴുവൻ അന്വേഷിക്കപ്പെടണം. പൊതുസമൂഹം ഇത് അന്വേഷിക്കണം, മാധ്യമങ്ങൾ അന്വേഷിക്കണം. കോടിക്കണക്കിന് രൂപ ആസ്തി ഒരു റേഞ്ച് ഓഫീസർ ഒരു കുറെ കാലം കൊണ്ട് എങ്ങനെ ഉണ്ടാകുന്നു? അഴിമതിയുടെ കൂത്തരങ്ങൾ ഈ സംവിധാനം, ഈ പാവപ്പെട്ട കർഷകരെ ഉപദ്രവിക്കാൻ വേണ്ടി ഈ സംവിധാനം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇത്രമേൽ വ്യക്തമായ രേഖകളും സംവിധാനത്തിലാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. ഞങ്ങള് 3 വയസ്സുള്ള സമയത്ത് കുടുംബ വീട്ടിൽ ഇവിടെ എത്തുകയും ഏറുമാടത്തിൽ ഉൾപ്പെടെ ജീവിച്ച വ്യക്തികളാണ് ഞങ്ങളും ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടതോ അത്തരത്തിൽ അവർ താമസിച്ച ആളുകൾക്ക് കൈമാറി വന്ന ഭൂമിയാണ്. സർക്കാർ പറഞ്ഞതനുസരിച്ച് സർക്കാർ പറയുകയാണ് ഇവിടെ എഗ്രിമെന്റ് മുദ്രപത്രത്താൽ എഴുതി മാറി കൈമാറ്റം പാടില്ല എന്ന് സർക്കാർ ഉണ്ടെങ്കിൽ സർക്കാർ പറയട്ടെ അത് പാടില്ലാത്ത കാര്യമാണെന്ന്. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഈ അനാവശ്യ അധികാരം ഉപയോഗിച്ച് കർഷക ഭൂമി കയ്യേറുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം നിലവില്. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. 50 വർഷം പഴക്കമുള്ള തെങ്ങ് പറിച്ചിട്ടിരിക്കുന്നു. അവിടെ ഈ വൈദ്യുതി കണക്ഷനുള്ള വീടിരിക്കുന്നു നിലവിൽ. അതുപോലെ പഞ്ചായത്തിന്റെ അസസ്മെന്റ് രജിസ്റ്ററിൽ 93-ലുള്ള കണക്കുകളും രേഖകളും അതിന് മുൻപുള്ള റേഷൻ കാർഡ് ഈ വ്യക്തിയുടെ കയ്യിലിരിക്കുന്നു, ഈ പറമ്പിന്റെ ഉടമസ്ഥനിരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആസൂത്രിതമായ നീക്കം, അത് പറഞ്ഞ പുരോഹിതരെ അവഗണിക്കുന്ന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലപാട് എനിക്ക് ഒരു കാരണവും കൂടി ഞാൻ എടുത്തു പറയാതെ. അതായത് ഈ തൊമ്മൻകുത്ത് നെയ്യശ്ശേരി തൊക്കുമ്പൻസാട് റോഡ് 132 കോടി രൂപ നമ്മുടെ റീബിൽഡ് കേരളയിൽപ്പെട്ട സംസ്ഥാന സർക്കാർ പണിയുന്ന റോഡാണ്. ഈ റോഡിന് 10,38,000 രൂപയ്ക്ക് അവർ ആ ഭൂമി നിലവിൽ വനംവകുപ്പ് നിന്ന് വില കൊടുത്ത് വാങ്ങി കൈമാറി ഭൂമി ടെൻഡർ നടത്തി റോഡ് പണി നടക്കുമ്പോൾ റോഡിൽ ഒരു പാറ പൊട്ടിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. പാറയ്ക്ക് പുറത്തൊരു ഒരു മരം നിൽപ്പുണ്ടെങ്കിൽ ആ മരത്തെ തൊടാൻ മരം മുറിക്കാതെ കല്ല് പൊട്ടിക്കണമെന്ന പിടിവാശിയാണ് റേഞ്ച് ഓഫീസർ എടുക്കുന്നത്. അതായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായിട്ടും വനത്തിൽ നിന്ന് ഒഴിവായി ജനവാസ മേഖലയിലാണ് അവരുടെ സ്വൈര്യവിഹാരം നടത്തുന്നത്. സുജിമോൻ സാർ പറഞ്ഞതുപോലെ പട്ടയം 93 റൂൾ അനുസരിച്ചല്ലാതെ ഈ LARP പട്ടയമുണ്ട് വണ്ണപ്പുറം പഞ്ചായത്തില്. അതായത് 62 സർക്കാർ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് 3.5 ഏക്കർ ഭൂമിയും കൊടുത്തു, 3,000 രൂപയും കൊടുത്തത് 3 ഏക്കർ ഭൂമി റബ്ബർ കൃഷി ചെയ്യുവാനും 50 സെന്റ് പുരവയ്ക്കുവാനും പൂന്തോട്ടത്തിനും എന്ന് പറഞ്ഞാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് പശുവിനെ കെട്ടിയ റേഞ്ച് ഓഫീസറിന് കയറി പിടിക്കാം, അതിനകത്ത് മിഷൻ പര വെച്ചാൽ കയറി പിടിക്കാം. പട്ടയത്തിൽ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം തീരുമാനിക്കുന്ന പറമ്പിലെ മരം ഈ LARP പട്ടയത്തിലെ കയറിപ്പോവും. അദ്ദേഹം പറ്റുകയില്ല എന്ന് തീരുമാനിക്കുന്ന മരം ആ പറമ്പിൽ കിടക്കും. അദ്ദേഹവുമായി ടൈപ്പുള്ള കച്ചവടക്കാർ തീരുമാനിക്കും ഈ പറമ്പിൽ നിന്ന് മരം കയറണോ പോകണോ എന്നുള്ളത്. അത്രമേൽ സങ്കീർണം. ഞങ്ങളുടെ ഈ കുരിശ് ഭീഷണി പറിച്ച പ്രദേശത്ത് ഈ മരിങ്ങാനത്ത് ഞങ്ങളെ ഉപദ്രവിക്കുന്നതിന് അപ്പുറം വണ്ണപ്പുറം പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസർ 405 ഏക്കർ ഭൂമിയും മരമാണെന്ന് പറഞ്ഞ മുഴുവൻ പ്രദേശത്തും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതുപോലെ 93 റോഡിലെ മരങ്ങൾ മുറിച്ചാൽ റേഞ്ച് ഓഫീസർ തീരുമാനിക്കുന്ന മരങ്ങൾ പെരുമ്പാവൂരിലെ മാർക്കറ്റിലെത്തും. ഇല്ലാത്ത മരത്തിന് സദാ അടിച്ച് കേസെടുക്കും, ആളുകളെ കഷ്ടപ്പെടുത്തും. അത്രമേൽ ജനങ്ങളുടെ മേൽ ഈ വനം വകുപ്പിന്റെ അധികാരം ഉപയോഗിച്ച് അതിസങ്കീർണമായി ഇവര് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ അടിയന്തരമായ ഒരു ഇടപെടൽ ആവശ്യമാണ് സർക്കാർ. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ സിജിമോൻ ഫ്രാൻസിസ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ശ്രീ സിജിമോൻ ഫ്രാൻസിസ്, നമുക്കറിയാം ഇപ്പൊ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ഒരു ഗൂഢാലോചനയുടെ ഒരു വശത്തെക്കുറിച്ച് നമുക്ക്
കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഇതിനെ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുമോ എന്നുള്ളൊരു സംശയം ഉദിക്കില്ല. കാരണം ഇതിപ്പോൾ കുരിശ് തകർത്തു, അതുപോലെ തന്നെ പ്രാർത്ഥനാപീഠം തകർത്തു. ഇതെല്ലാം ഒരുപക്ഷെ ഒരു വലിയ ജനസമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് കേവലം നമുക്ക് ഉദ്യോഗസ്ഥരിൽ മാത്രം ഇത് ഒതുക്കി നിർത്താൻ പറ്റുമോ? ഇത് അതിനും അപ്പുറത്ത് ചില അർത്ഥതലങ്ങൾ കൂടി ഒരുപക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അതെ നമുക്ക് കാണാൻ ഈ കഴിയില്ലേ? തീർച്ചയായും ഒരിക്കലും നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തരുത്. ഞാനിപ്പോ മനോജേട്ടൻ പറഞ്ഞതിന് അവരുടെ ആ വസ്തുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിന് ഒരു രേഖ ഞാനത് പറയുകയാണെ. അതായത് 3966/2023, അതിന്റെ ഡേറ്റ് 4/11/2023. അത് ചെയ്തെങ്ങനെ വെച്ചാല് നമ്മുടെ വണ്ണപ്പുറം ഉൾപ്പെടുന്ന കരിമണ്ണൂർ തഹസിൽദാറുടെ കീഴിലാണ് വണ്ണപ്പുറം വരുന്നത്. അപ്പൊ ഈ കരിമണ്ണൂർ തഹസിൽദാർ ഇടുക്കി കളക്ടറോട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. ഈ പുരയിടമെന്നും തരിശെന്നും സർക്കാർ ഭൂമി എന്നും പറയുന്ന ഭൂമി നിലവിലെ കൈവശക്കാരന് പതിച്ചു കൊടുക്കുന്നതിന് നിയമപരമായി തടസ്സമില്ല. എന്നാൽ വനമെന്നോ റിസർവ് വനമെന്നോ എഴുതിയിരിക്കുന്ന ഭൂമികളില് വർഷങ്ങളായ ഒക്കുപേഷൻ ഉണ്ട്. ആ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നൊരു സ്പഷ്ടീകരണം ചോദിച്ചുകൊണ്ട് ഒരു കത്തെഴുതി. ആ കത്തിന് വന്നിരിക്കുന്ന മറുപടിയുടെ ഉത്തരവിന്റെ നമ്പറാണ് ഞാൻ വായിച്ചത്. അതിന്റെ ലാസ്റ്റ് പോർഷൻ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പെട്ടെന്ന്. ഈ ജില്ലാ കളക്ടറുടെ സ്പഷ്ടീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പ്രകാരമോ സമാനമായി മറ്റു ഉത്തരവുകൾ പ്രകാരമോ വനേതര ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിനായി മാറ്റിവെച്ചിട്ടുള്ളതും വനം വകുപ്പിന്റെ ജണ്ടയ്ക്ക് പുറത്തുള്ളതും സെറ്റിൽമെന്റ് രജിസ്റ്റർ റീസർവേക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന BTR എന്നിവ പ്രകാരം പുറമ്പോക്ക് പുരയിടം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പുതിയ റവന്യൂ രേഖകളിൽ പട്ടാധാരന്റെ പേര് സർക്കാർ എന്നും വസ്തുവിന്റെ വിവരണം റിമാർക്ക് കോളത്തിൽ റിസർവ് വനം എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്തരം ഭൂമികളിലെ റിസർവ് വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം രേഖപ്പെടുത്തലുകൾ കണക്കിലെടുക്കാതെ തന്നെ 1964 ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം പ്രസ്തുത ഭൂമിയുടെ പതിവിനുള്ള യോഗ്യത, വിനിയോഗം, കൈവശങ്ങളുടെ പഴക്കം, സ്വഭാവം എന്നിവ പരിഗണിച്ച് യോഗ്യമായ കൈവശങ്ങളുടെ അടിസ്ഥാനത്തിൽ സർവേ സബ് ഡിവിഷൻ ചെയ്ത് ഈ ഭൂമിയുടെ തൽസ്ഥിതി പ്രകാരം റെക്കോർഡുകൾ തയ്യാറാക്കി പതിവ് നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്ന് പരാമർശം എന്ന് ഉത്തരവിൽ വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതായത് വനമെന്നോ റിസർവ് വനമെന്നോ ത്തിന്റെ കാലപ്പഴക്കം കണക്കുകൂട്ടി നിലവിൽ ഉള്ള ഒക്കുപേഷൻ, അതായത് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കയ്യില് മഷീന്നും പറയാൻ കൊള്ളത്തില്ല, കാരണം നമ്മൾ ചാണകം മുഖിനെ പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ യുവമാരെ പറഞ്ഞയച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഉത്തരവുകൾ നടപ്പാക്കാത്തത്? വേറൊരു കാര്യം കൂടി ഞാനൊന്ന് പറയട്ടെ. 468/2019 ആ ഉത്തരവ് എന്താണെന്നറിയാവോ? 1/1/1977 മുമ്പ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി 1993 പ്രത്യേക ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നമ്മുടെ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുള്ള ഭൂമി, കേന്ദ്രാനുമതി കിട്ടിക്കിടക്കുന്ന ഭൂമികൾ പതിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മാർച്ച് 31, 2019 മുമ്പും അങ്ങനെ ഏതെങ്കിലും പ്രദേശത്ത് ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കാനുണ്ടെങ്കിൽ അതും മാർച്ച് 31, 2019 മുമ്പും നടത്തി സർക്കാരിലേക്ക് ജില്ലാ കളക്ടർമാർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഏതെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടർമാരുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ 478/2019 എന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തരവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് നടപ്പാക്കേണ്ടത് ആരാണ്? റവന്യൂ ഭരിക്കുന്ന ആൾക്കാരല്ലേ കൈകാര്യം നോക്കേണ്ടത്? വനം വകുപ്പ് ഭരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികളല്ലേ നോക്കേണ്ടത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാത്രം എന്തിനാണ് നോക്കുന്നത്? വേറെ ഒന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇടുക്കി ജില്ല, നമ്മൾ തൊമ്മംകുത്തിൽ മാത്രം ഒന്ന് സംസാരിക്കാം. ജയകുമാർ വേഴ്സസ് വൈരമണി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതെ, ഈ ജയകുമാർ എന്ന് പറഞ്ഞ ആളാണ് ഇടുക്കി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ OR നമ്പർ 3 എന്ന് പറഞ്ഞ് 2022 ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്തു കുമാരൻ. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്ന് ഹൈക്കോടതി കൊണ്ടുവന്ന് ഒരു കേസ് ഫയൽ ചെയ്തു. എനിക്ക് എൻ്റെ അപ്പൻ കുഴിച്ചു വെച്ച ആഞ്ഞിലിമരം എൻ്റെ പട്ടയഭൂമിയിൽ നിന്ന് വെട്ടിയതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈരമണി ഫോറസ്റ്റ് ഓഫീസർ എനിക്കെതിരെ കേസെടുത്ത് ഇടുക്കി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. ആ കേസ് ക്വാഷ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അതും വളരെ യാദൃശ്യമായിട്ട് ജസ്റ്റിസ് മേരി ജോസഫിന്റെ ബെഞ്ചിലാണ് വന്നത്. മേരി ജോസഫ് ഈ OR ക്വാഷ് ചെയ്തു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അപ്പൻ കുഴിച്ചു വെച്ച ആഞ്ഞിലിമരം പട്ടയഭൂമിയിൽ നിൽക്കുന്നതാണ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് വെട്ടിയതാണ്, അതിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റത്തില്ല. നോക്കിക്കോണം, ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവാണ്. അതിന്റെ ഡേറ്റ് എന്താ പറയുക? 2/4/2024 സുപ്രീം കോടതിയിൽ സർക്കാർ പോയിട്ട് ജസ്റ്റിസ് BR ഗവായിയുടെയും ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെയും ബെഞ്ചിൽ നിന്ന് ഈ ആഞ്ഞിലിമരം വെട്ടിയ ഈ ഒരു ഇടുക്കി ജില്ലക്കാരൻ, ഒരു സാധാരണ മനുഷ്യന് ഹൈക്കോടതി പോയി ഫൈറ്റ് ചെയ്ത് ആഞ്ഞിലിമരം അവന്റെ അപ്പൻ കുഴിച്ചു വെച്ചതാണെന്നും അവന്റെ പട്ടയഭൂമിയിലാണെന്നും സ്വന്തം ഉപയോഗത്തിനാണെന്നും
അതൊരു കാരണവശാലും കേസ് എടുക്കരുതെന്ന് പറഞ്ഞ് ഹൈക്കോടതി ഇട്ട വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി അവനെതിരെ ഡിസ്ട്രിക്ട് അതായത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇടുക്കിയിൽ നിൽക്കുന്ന കേസ് റീഓപ്പൺ ചെയ്തിട്ട് അവനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി ഉത്തരവ് മേടിച്ചു. ഇത് ഞാൻ ചോദിക്കട്ടെ, അഡ്വക്കേറ്റ് ജനറലും വനം വകുപ്പും റവന്യൂ വകുപ്പും അറിയാതെയാണോ ഈ ഹൈക്കോടതിയിൽ ഈ പാവത്തിന് കിട്ടിയിരിക്കുന്ന ഈ അനുകൂലത്തിനെതിരെ അപ്പീൽ പോയത്? ആരാ നിയമോപദേശം കൊടുത്തത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഈ മുമ്പേ അച്ഛൻ പറഞ്ഞെടുത്ത് അങ്ങോട്ട് ഒന്ന് വരാനുണ്ട്. ഈ കുരിശി കൃഷി എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് പറയുന്നത് ഫോറസ്റ്റുമാർ തന്നെയൊന്നുമല്ല. ഇത് മറ്റ് പല ഭാഗങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാനും ഒരു കത്തോലിക്ക സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. കത്തോലിക്ക സഭ കുരിശി നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 1-ാം ലോകമഹായുദ്ധം ജപ്പാൻ ബർമയെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ ബർമയിൽ നിന്നായിരുന്നു നമ്മുടെ മധ്യ തിരുവിതാംകൂറിലേക്കും മലബാറിലേക്കും കൊച്ചിയിലേക്കും ഒക്കെയുള്ള അരി 80% വന്നിരുന്നത്. ആ അരിവരവ് നിന്നു. ആ അരിവരവ് നിന്ന് കഴിഞ്ഞപ്പോൾ സാംക്രമിക രോഗങ്ങളും പട്ടിണിയും കാരണം ഈ നമ്മുടെ സാധുക്കൾ, നമ്മുടെ പൂർവികരും വഴി സൈഡിൽ മരിച്ചു വീണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വിദേശ മിഷണറിമാരും ക്രിസ്ത്യൻ കുരിശിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അവരെ താങ്ങിയെടുക്കാനും അങ്ങനെ മരണപ്പെട്ടു പോയിരിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാനും വന്നു ഇവിടെ കുരിശുകൃഷി നടത്താൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് 1943 ഗ്രോമോർ ഫുഡ് സ്കീം 53, 54, 55 കാലഘട്ടങ്ങളിൽ ഉടുമ്പൻചോല കൊളനൈസേഷൻ സ്കീം, ഹൈറേഞ്ച് കൊളനൈസേഷൻ സ്കീം, വയനാട് കൊളനൈസേഷൻ സ്കീം, ഈ സ്കീമും ഒക്കെ സർക്കാർ പ്രഖ്യാപിച്ച് 4000 രൂപ ഇൻസെന്റീവും കൊടുത്ത് നമ്മുടെ കാരണന്മാരുടെ ഒരു വാക്കത്തി എളിയിൽ തിരികെ നമ്മുടെ പൂർവിക മലബാറിലേക്ക് പോയിരിക്കുന്നത് മജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. അവരെ മലമ്പാമ്പിനെയും മലേറിയയും ഒക്കെ വെല്ലുവിളിച്ചാണ് ഈ കാട്ടിൽ വന്യമൃഗങ്ങളുടെ ഈ ഒരു അക്രമത്തെ വകവെക്കാതെ അവർ പോയി അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയത്, അവിടെ സ്കൂൾ പണിതത്. ആ സ്കൂളിൽ ഉച്ചഭക്ഷണത്തും കൊടുക്കാതെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകാതിരിക്കാൻ, അസുഖങ്ങൾ വരാതിരിക്കാൻ അച്ഛന്മാരോടെ പാത്രത്തിൽ കഞ്ഞി കൊടുത്തു. അതൊക്കെ അങ്ങനെ അങ്ങ് പോയി പിന്നീട് ഡെവലപ്മെന്റ്സ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ കുരിശുകൃഷിയാക്കി. ഇപ്പൊ ഇടുക്കി ജില്ല, നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രം സംസാരിക്കുക. ഇടുക്കി ജില്ലയിൽ റോബിനച്ചന് ശരിക്കും അറിയാവുന്ന പണിക്കൻകുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പണിക്കൻകുടി എന്ന് പറഞ്ഞ പേര് വന്നെങ്ങനെയാണെന്നറിയാവോ? ഹൈ റേഞ്ചിലെ കുടിയേറ്റത്തിന്റെ സമയത്ത് ഈ കമ്പി, തൂമ്പ അങ്ങനെയുള്ള ആയുധങ്ങൾ കാച്ചുക എന്നാണ് മലയാളത്തിൽ അതിന് പറയാ. ആയുധങ്ങൾ മൂർച്ച വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ആലകൾ കൂടുതലായി സ്ഥാപിച്ചപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു പണിക്കൻകുടി എന്ന് പറയുന്നത്. പണിക്കൻകുടിയിൽ കത്തോലിക്കർ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവിടെയും പക്ഷേ കുരിശ് കൃഷി എന്നാണ് പറയുന്നത്. പക്ഷേ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കുരിശ് കൃഷി, അതായത് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ജനതയെ ചേർത്ത് നിർത്തി ഈ 1950, 59 കാലഘട്ടങ്ങളിൽ ഈ ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് അവിടുത്തെ പാർലമെന്റിന്റെ പോലും എതിർപ്പിനെ മറികടന്ന് ഈ PL 480 എന്ന് പറഞ്ഞൊരു ഉത്തരവിട്ടിട്ട് നമ്മുടെ അമ്മമാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും ഒക്കെ തുണിയും തണുപ്പ് ഉപയോഗിക്കുമ്പോൾ പുതപ്പ്, സെറ്റർ, നിക്കറുകൾ, മെയ്സ് പൊടി, ഈ സാധനങ്ങളൊക്കെ കപ്പലുകടത്തി ഇങ്ങോട്ട് വിട്ടതും ഒരു കൃഷിയായിരുന്നു. കാരണം ബൈബിൾ അധിഷ്ഠിതമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന പല രാജ്യങ്ങളും പല സ്ഥലങ്ങളിലും കുരിശുകൃഷി നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ കുരിശുകൃഷിയുടെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് തിരിഞ്ഞിരുന്ന് ചീത്ത വിളിക്കുന്നത് മര്യാദകേടാണെന്ന് തന്നെ പറയുന്നു വരും. പക്ഷെ ഞങ്ങൾക്ക് സങ്കടമില്ല. കാരണം ഈ ഞങ്ങളെയൊക്കെ ഒരുപാട് ഈ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നുണ്ട്. ഈ യേശുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഹി ലേൺ ദ ഒബീഡിയൻസ് ഫ്രം ദ സ്കൂൾ ഓഫ് സഫറിങ്സ് എന്നാണ് പറയുക. കഷ്ടപ്പാടുകളുടെ ലോകത്താണ് അനുസരണം പഠിച്ചതെന്നാണ് പറയുക. ഞങ്ങളൊക്കെ ആ കഷ്ടപ്പാടുകളുടെ ലോകത്ത് അനുസരണം പഠിച്ചവരാണ്. പക്ഷേ അപമാനിക്കുന്നതിന് കുറച്ചൊരു പരിധിയുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഇറക്കി വിടണം എന്നുള്ള ഒരു തീരുമാനമാണ്. അത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം തീരുമാനം എന്ന് പറയാൻ പറ്റത്തില്ല. ഭരണത്തിൽ പല കാലാകാലങ്ങളിൽ അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയവരും കൂടെ അതിന് പങ്കായിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ശരി ഫാദർ, നമുക്ക് പെട്ടെന്ന് ഒന്ന് പറയാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വലിയ അനീതിക്കെതിരെ ഒരു വലിയ പ്രതിഷേധം തന്നെ നടത്തേണ്ടത് അത്യാവശ്യമല്ലേ? കാരണം ജനാധിപത്യം അങ്ങനെയാണ്, നമ്മൾ കൃത്യമായിട്ട് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രതിഷേധിച്ചിട്ടും നമ്മുടെ പ്രതിഷേധത്തിന്റെ കുറവ് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലെ വനം വകുപ്പ് ഇത്ര ധാർഷ്ട്യത്തോടെ പെരുമാറുന്നത് എന്നാണ് ഫാദറിന് തോന്നുന്നത്? അത് ഫണ്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അതായത് ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ജനകീയ പ്രക്ഷോഭം ഇങ്ങനെ ശക്തമായിട്ടുണ്ടായി വരുമ്പോഴും വനം വകുപ്പിന് എന്തുമാകാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരെ അങ്ങോട്ട് സർക്കാർ കൈ അയച്ചു വിട്ടിരിക്കുകയാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കാർബൺ ഫണ്ട് പോലെയുള്ള ഫണ്ടുകളുടെ ഒഴുക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ വരുമാനങ്ങളൊക്കെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ചില NGOകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഈ മുൻപിൽ നിൽക്കുന്ന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പിറകിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ലോബിയുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, യാതൊരു രേഖയില്ലാതെ, ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ
ഒരു ആരാധനാലയത്തിന്റെ അല്ലെങ്കിൽ ഒരു ആരാധനാ പ്രതീകത്തെ ചുമ്മാ പോയി നശിപ്പിച്ച് കളയാൻ ഈ പറയുന്ന കാളിയാർ റേഞ്ച് ഓഫീസർക്ക് തന്റെ ഇടം വരണമെങ്കിൽ അത് അയാളുടെ മാത്രം തീരുമാനമായിരിക്കുമോ? അല്ലെ ഒരു രാത്രി കൊണ്ട് അയാൾക്ക് കിട്ടുന്ന ഒരു ബോധോദയമായിരിക്കുമോ? ഒരിക്കലും അല്ല. കാരണം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാലും ഒരു എവിക്ഷൻ നടത്തണമെങ്കിൽ നോട്ടീസ് കൊടുക്കാതെ നടത്താൻ പാടില്ല എന്നുള്ള അനേക ജഡ്ജ്മെന്റുകൾ നമ്മൾക്ക് ഇതിനകം തന്നെ നമ്മുടെ സർക്കാർ, നമ്മുടെ കോടതികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു കസ്റ്റമായിട്ട് തന്നെ അത് മാറിയിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ടും അങ്ങനെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ എന്തും കയറി കാണിക്കാം. അത് തന്നെയല്ല, ഏറ്റവും അപമാനകരമായ രീതിയിൽ കുരിശ് വലിച്ചുകൊണ്ട് പോകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അടുത്ത രീതിയിൽ പ്രാർത്ഥനാ വീട് നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നു. അത് വനംവകുപ്പുകാർ തന്നെ പോകുന്നു. അതുപോലെ തന്നെ അന്ന് ഈ കുരിശ് നശിപ്പിക്കാൻ വന്നതിൽ ഞങ്ങൾ അന്ന് ചോദിച്ചു, ഒരു ലേഡി അവര് ഔദ്യോഗിക യൂണിഫോം പോലും ധരിക്കാതെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വേഷം കെട്ടാനായിട്ട് ഇവർക്ക് എവിടെ നിന്നാണ് അനുവാദം കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം ഒന്നും ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനൊക്കെ പിറകില് ആരൊക്കെയോ ഉണ്ട്, കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണം നടത്തിക്കൊണ്ട് തന്നെ പോകുന്ന ഒരു സംവിധാനം, അതായത് പുറകിലൊക്കെ ആരോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നോട്ടീസ് പോലും സെർവ് ചെയ്യാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധി ഉപദേശിക്കാൻ ആരോ ഉണ്ട്. 2, ബാക്കി എന്ത് വന്നാലും നോക്കിക്കോളൂ എന്ന് പറയാൻ ആൾക്കാരുണ്ട്. 3, ഇവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രദേശമെല്ലാം വനം വകുപ്പിന് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള ഒരു മിഥ്യാധാരണ ഇവർക്കുണ്ട്. അതായത് ഇവിടെ മാത്രമല്ല, പല ഇടങ്ങളിലും ഇപ്പം വന്യജീവികൾ എന്ന് പറയുന്ന ജൈവായുധം ഉപയോഗിച്ച് മനുഷ്യരെ കുടിയിറക്കാൻ വേണ്ടി നോക്കി. ഇപ്പൊ നിയമം ഉപയോഗിച്ച് ഇവര് മനുഷ്യരെ കുടിയിറക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇനി ഒരു അടുത്ത ഘട്ടത്തില് കുറേയേറെ പാവങ്ങളെ ജയിലിലേക്ക് വിടും. ഇപ്പൊ നമ്മളിപ്പം എവിക്ഷൻ വരെ അല്ലെങ്കിൽ ഒരു കുരിശു തറക്കുന്നവരെ വരെ എത്തിയിട്ടുള്ളൂ. ഇനി അടുത്ത ഘട്ടം സംഭവിക്കാൻ പോകുന്നത് മലയോര മേഖലയിൽ താമസിക്കുന്ന കുറേയേറെ സാധാരണക്കാരായ ആൾക്കാരെ ഇവര് കേസ് ചാർജ് ചെയ്ത് ജയിലിലേക്ക് പോകും. പ്രത്യേകിച്ച് അത് ചെറുപ്പക്കാരെ ആയിരിക്കും. അതായത് അവർക്ക് ഉള്ള വിദേശത്തേക്കുള്ള പോക്കും മറ്റു കാര്യങ്ങളും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് വെറുതെ നടക്കുന്ന, ഒരുപക്ഷെ അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വെറുതെ ഒന്ന് കാട്ടിൽ പോലും കയറാത്ത കുറെ ആളുകളുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് ഇവരെ ഉപദ്രവിക്കും. അവസാനം ഈ മലയോര മേഖലയിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ആളുകൾ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയിലേക്ക് വരികയും അങ്ങനെ ഇവരുടെ ഏകവനം പദ്ധതി പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയ ശ്രമം ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും എത്ര ഉണ്ടായാലും ജനങ്ങൾ പെട്ടെന്നങ്ങ് ഉദിച്ചു വന്നവരല്ല. വലിയ കഷ്ടപ്പാടിന്റെയും ഞെരുക്കത്തിന്റെയും ദുരിതത്തിന്റെയും ഒക്കെ അവസ്ഥയിൽ പിടിച്ചു നിന്ന് മുൻപോട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു സമൂഹമാണ് നമ്മുടെ മലയോര ജനത, പ്രത്യേകിച്ച് ഇടുക്കിയിലെ ഈ മലയോര ജനത എന്ന് പറയുക. ഈ ജനത്തിനൊപ്പം അവസാന നിമിഷം വരെ കത്തോലിക്ക സഭയുണ്ടാകുമെന്നുള്ള ഒറ്റ വാഗ്ദാനം കൂടിയാണ് അവസാന ഘട്ടത്തിൽ എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്. കോതമംഗലം രൂപത ഈ കാര്യത്തിൽ വളരെ പ്രതിജ്ഞാബദ്ധമാണ്. വളരെ നിർഭയമായി നെഞ്ചുറപ്പോടെ കോതമംഗലം രൂപത മുഴുവൻ വൈദികരും ആത്മായരും എല്ലാം അഭിവന്ദ്യ വർത്തിക്കണത്തിൽ പിതാവിനൊപ്പം ഈ പോരാടുന്ന ജനതയ്ക്കൊപ്പം കൂടെ ഉണ്ടാകുമെന്ന ഒരൊറ്റ വാഗ്ദാനമാണ് ഞാൻ ഈ സമയത്ത് തരാനായിട്ടുള്ളത്. കാരണം ഇതൊന്നും കണ്ട് പേടിക്കുന്നതല്ല നമ്മുടെ സഭയും നമ്മുടെ സംവിധാനങ്ങളും. ഒപ്പം തന്നെ പ്രതികരിക്കുന്ന ജനസമൂഹത്തിനൊപ്പം നമുക്ക് ഇനിയും മുമ്പോട്ട് പോകണം. ഒരിക്കലും ഒരു അധികാര കേന്ദ്രങ്ങൾക്കും സത്യത്തിന് നേരെ ഒരുപാട് കാലം കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഇപ്പൊ ആ തൊമ്മൻകുത്തില് കുരിശു തകർത്ത ആ സ്ഥലത്ത് നാളെ അതിമനോഹരമായ ഒരു ദേവാലയം തീർച്ചയായിട്ടും സ്വപ്നം കാണണം. അത് യാഥാർത്ഥ്യമാകും. കാരണം നമ്മൾ ഒരിക്കലും കയ്യേറിയ സ്ഥലത്തല്ല, പണം കൊടുത്ത് വാങ്ങിയ അർഹതപ്പെട്ട സ്ഥലത്താണ് ആ കുരിശ് സ്ഥാപിക്കുകയും വനം വകുപ്പുകാർ തകർക്കപ്പെടുകയും ചെയ്തത്. കത്തോലിക്കാ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരിക്കലും പൂങ്കാവനങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നില്ല, ചുടുചോരകളിൽ നിന്ന് ഉയർന്നു വന്ന ചരിത്രമാണ് കത്തോലിക്കാ സഭയ്ക്കുള്ളത്. നമുക്കറിയില്ലല്ലോ, ഒരുപക്ഷെ ഈ കുരിശ് തകർത്ത സ്ഥലത്ത് നിന്ന് നാളെ ഒരുപാട് പ്രതീക്ഷയുടെ അടയാളമായി മലയോര ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ ഒരു ദേവാലയം അവിടെ ഉയരിയേറെന്ന് ആര് കണ്ടു? അതിലേക്കാണ് നയിക്കുക, ഒരിക്കലും ഒരു പരാജയത്തിലേക്ക് അല്ല. നമ്മുടെ പ്രതിഷേധങ്ങളൊന്നും പരാജയപ്പെടുകയില്ല, വിജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. എന്താണെങ്കിലും സർക്കാരിനോടും വനം വകുപ്പിനോടും പറയുവാനുള്ളത് ഇത്രമാത്രമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ മുതുകത്ത് നിങ്ങൾ കയറുന്നത് സൂക്ഷിച്ചു വേണം. കാരണം ജനങ്ങൾ നിങ്ങൾക്ക് നേരെ തിരിയാൻ ഈ കാരണങ്ങളെല്ലാം അവർക്ക് ആവശ്യമായിട്ട് വരും. സർക്കാരുകൾ മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. തൃശ്ശൂര് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കൃത്യമായി ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മലയോര ജനതയുടെ മുതുകത്ത് കയറുമ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചോദിക്കാനും പറയാനും ആളുകൾ ഉണ്ട്. ഒരു
ഒരു ദിവസം വരും, നിങ്ങൾക്കെതിരെ ജനങ്ങൾ ഉണരുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ജനങ്ങളുടെ മുതുകത്ത് കയറാതിരിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.